ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാഞ്ചോ പോലെയുള്ളൊരു കേക്കായിട്ടാണ് കേട്ടോ. ഈ കേക്ക് എനിക്ക് ഭയങ്കര പോസ്റ്റ് എക്സ്പീരിയൻസ് തന്നൊരു കേക്കാണ്. അങ്ങനത്തെ ഒരു റിവ്യൂ കിട്ടിയൊരു കേക്കാണ്. കാരണം പെട്ടെന്ന് ചെയ്തൊരു കേക്കാണ് കേട്ടോ. ഒരു ½ kg വാഞ്ചോ പോലെ ചെയ്തൊരു കേക്ക്. അപ്പോൾ കോളേജ് കുട്ടികൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ചേച്ചി എനിക്ക് 3:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് 6 മണീൻ്റെ ഉള്ളിലൊരു കേക്ക് വേണം, ബർത്ത്ഡേക്കാണ്, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്കാണ്, 500 റുപ്പീസിൻ്റെ ഉള്ളിലുള്ളൊരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, എനിക്ക് ആ സമയത്തിൽ കേക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് എന്തോ ഒരു കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ വിളിച്ചിട്ടോ പറയുന്നത്. പിന്നെ ഞാൻ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കേക്ക് തരാം, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്ലേവർ ഉണ്ടാവില്ല, ഞാൻ ബട്ടർ സ്കോച്ച് ചെയ്ത് തരാമെന്ന്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചോക്ലേറ്റിന് എന്തെങ്കിലും ഒരു അംശം ഉണ്ടായാൽ മതി, അവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പ്ലാൻ മാറ്റി ഇതൊരു വാഞ്ചോ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പ്രീമിയം ചോക്ലേറ്റ്സ് മാത്രമേ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് സെറ്റാക്കി കേട്ടോ. 550 ഞാൻ ഇതിന് റേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ് അടക്കം. ബാക്കിയുള്ളത് ഞാൻ പോട്ടേന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയ റിവ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കേക്ക്സൊക്കെ ഡെലിവറി ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു ചേച്ചി എന്ത് പണിയാണ് ചെയ്തത്, 500 ഗ്രാം എന്ന് പറഞ്ഞിട്ട് 250 ഗ്രാം പോലും ഇല്ലല്ലോ, ഷോപ്പിലൊക്കെ ഇതിനെക്കാട്ടും വലിയ കേക്കാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് വെച്ചത്, അപ്പോൾ അത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ. അടുത്ത അവരുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതിനാകെ ചോക്ലേറ്റ് ഗനാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ആകെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്കോ ചിപ്സ് അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവർക്ക് എന്ത് ചെയ്തു വെച്ചാൽ ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇതാണ് നിങ്ങളെ കേക്ക്, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, അവിടെ വെച്ചോളൂ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം, നിങ്ങൾ ക്യാഷ് ഞാൻ റിട്ടേൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല ചേച്ചി, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ എത്തിയില്ല, അതുകൊണ്ടാണ് ഞങ്ങളത് വിളിച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞു. എന്തോ ഇൻറ്റൻഷ്യലി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം മനഃപൂർവ്വം നമ്മളെ കുറ്റം പറയാനായിട്ട് വാങ്ങാമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളായിരുന്നൊരു കേക്കായിരുന്നു കേട്ടോ അത്. കാരണം പ്രീമിയം ചോക്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റ് വാങ്ങിച്ചത്. അപ്പം ഇതിൽ ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ സമയമില്ലാത്ത സമയത്ത് ചെയ്തു കൊടുത്തൊരു കേക്കിന് നമുക്ക് കിട്ടിയ പാവമല്ലേ, കോളേജ് കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ചെയ്തൊരു പണിക്ക് എനിക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിന് ശേഷം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ തീരെ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് ഷോർട്സ് ഇടാൻ പറ്റിയിട്ടില്ല. അതാണ് കേട്ടോ ഇത്രയും ദിവസമായിട്ട് ഇടാൻ പറ്റാഞ്ഞത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് പറയൂ ഇതിൽ ഫീലിങ്സ് ഇല്ലേ എന്നുള്ളത്. കാരണം ആദ്യമായിട്ടാണ്, 4 വർഷത്തോളമായി ഞാൻ കേക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിവ്യൂ എനിക്ക് കേൾക്കേണ്ടി വരുന്നത്. കാരണം സത്യസന്ധമായിട്ട് ചെയ്തു കൊടുത്ത് നമ്മളെ ലാഭവും കിഴിച്ചിട്ട്